വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മെ പിന്തുണയ്ക്കുന്ന, സ്നേഹിക്കുന്ന, എന്നും കൂടെ നിൽക്കുന്ന ആളുകൾ അത്യന്താപേക്ഷിതമാണ്. രക്തബന്ധത്തിൻ്റെ പേരിൽ നമ്മൾ എന്നും നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. എന്നാൽ എല്ലാ ബന്ധങ്ങളും നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നവയല്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില ബന്ധങ്ങൾ നമ്മുടെ ഊർജം മുഴുവൻ ചോർത്തിക്കളയും. ഒരു കടലിൽ മുങ്ങുന്ന കപ്പലിലെ ചോർച്ച പോലെ അത് പതിയെ പതിയെ നമ്മെ തകർത്ത് കളയും. സ്നേഹവും പിന്തുണയും നൽകേണ്ടതിനു പകരം അവർ നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കുകയും ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തെ പോലും ഗുരുതരമായി ബാധിക്കാം. ഈ വീഡിയോയിലൂടെ അങ്ങനെയുള്ള വിഷലിപ്തമായ ചില ബന്ധുക്കളെയും അവരെ എങ്ങനെ തിരിച്ചറിയാമെന്നും അവരിൽ നിന്ന് എങ്ങനെ അകലം പാലിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. ചില ആളുകൾക്ക് സമാധാനപരമായ അന്തരീക്ഷം അസഹനീയമാണ്. ഒരു കുടുംബച്ചടങ്ങിൽ ഭക്ഷണം വിളമ്പിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടിയ സമ്മാനത്തിൻ്റെ വലുപ്പത്തിൻ്റെ പേരിൽ പോലും അവർ വലിയ കലഹങ്ങൾ ഉണ്ടാക്കും. അവരുടെ ലക്ഷ്യം സമാധാനം നശിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ സന്തോഷമായിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അസ്വസ്ഥത തോന്നും. അതിനാലാണ് ഒരു പ്രകോപനവുമില്ലാതെ അവർ ചെറിയ കാര്യങ്ങളെ വലിയ വഴക്കുകളാക്കി മാറ്റുന്നത്. അവർ എപ്പോഴും ഒരു സംഘർഷം നിലനിർത്താൻ ശ്രമിക്കും. അങ്ങനെ അവർക്ക് മാത്രം സമാധാനം അനുഭവിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുന്നു. ഈ വ്യക്തികൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ നിങ്ങളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കും. നിങ്ങൾ ഒരു വാക്കു പറഞ്ഞാൽ അതിനെ അവർ ഒരായുധമായി ഉപയോഗിക്കും. അതുകൊണ്ട് ഇത്തരം ആളുകളുമായി സംസാരിക്കുന്നത് ഒഴിവാക്കുക. അവരുടെ പ്രകോപനങ്ങളിൽ വീഴാതെ വിവേകപൂർവം പ്രതികരിക്കുക. ഒരു തർക്കം ഉടലെടുക്കുമ്പോൾ തന്നെ ആ സംസാരത്തിൽ നിന്ന് പതിയെ ഒഴിഞ്ഞു മാറാൻ പഠിക്കുക. രണ്ടാമതായി, പരദൂഷണം പറയുന്നവർ. പരദൂഷണം എന്നത് ചില ആളുകൾക്ക് വെറും വിനോദമല്ല, അതൊരു ജീവിത രീതി തന്നെയാണ്. അവരുടെ സംസാരത്തിൽ എപ്പോഴും മറ്റൊരാളെക്കുറിച്ച് കുറ്റങ്ങളോ അപവാദങ്ങളോ മാത്രമായിരിക്കും. നിങ്ങൾ ആരും അറിയാതെ ഒരു രഹസ്യം അവരോട് പറഞ്ഞാൽ അത് പിന്നീട് ഒരു കാട്ടുതീയായി പടരും. ഇന്ന് മറ്റൊരാളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നവർ നാളെ നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. ഈ ബന്ധുക്കൾ നിങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കും. നിങ്ങൾ അവരുമായി അടുപ്പം കാണിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെയും ഒരു പരദൂഷണക്കാരനായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളുമായി അടുപ്പം കാണിക്കുന്നത് ഒഴിവാക്കുക. അവരുമായി വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു സംസാരത്തിൽ മറ്റൊരാളെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങിയാൽ സംസാരം വിഷയം മാറ്റുക, അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. മൂന്നാമതായി, എപ്പോഴും കുറ്റങ്ങൾ മാത്രം പറയുന്നവർ. നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടെത്തുന്ന ചിലരുണ്ട്. നിങ്ങളൊരു പുതിയ ജോലിയിൽ പ്രവേശിച്ചാൽ അതിലെന്താണ് ഇത്ര വലിയ കാര്യം, അതിനേക്കാൾ ഉയർന്ന ജോലി കിട്ടാമായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. നിങ്ങളുടെ ഒരു നേട്ടത്തിലും അവർക്ക് സന്തോഷമുണ്ടായിരിക്കുകയില്ല. അവർക്ക് നിങ്ങളെക്കാൾ മികച്ചവരായിരിക്കണം. അതിനാൽ നിങ്ങളുടെ നേട്ടങ്ങൾ അവരെ അസ്വസ്ഥരാക്കും. അവർ എപ്പോഴും നിങ്ങളുടെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് അവർ നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കും. ഈ ആളുകളുടെ വാക്കുകൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും. അങ്ങനെയുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കുക. അവരുടെ വാക്കുകളെ അവഗണിക്കാനും നിങ്ങളുടെ നേട്ടങ്ങളെ അംഗീകരിക്കാനും സ്വയം പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം അവരെ അറിയിക്കാതെ ഇരിക്കുക എന്നതാണ് മറ്റൊരു വഴി. നാലാമതായി, നിങ്ങളെ മുതലെടുക്കുന്നവർ. ചില ബന്ധങ്ങൾ സാമ്പത്തികമായോ മറ്റു കാര്യങ്ങൾക്കോ നിങ്ങളെ ഉപയോഗിക്കുന്നതായിരിക്കും. അവർക്കൊരാവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ ബന്ധപ്പെടുകയും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങളെ അവഗണിക്കുകയും ചെയ്യും. ഒരാവശ്യം വന്നാൽ അവരുടെ വാക്കുകൾക്ക് തേൻ മധുരമായിരിക്കും. എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ നിങ്ങളെ മറന്ന മട്ടിൽ പെരുമാറും. അവർക്കെപ്പോഴും നിങ്ങളുടെ സഹായം ആവശ്യമായിരിക്കും. എന്നാൽ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അവർ അസൗകര്യം പറഞ്ഞൊഴിഞ്ഞു മാറും. ഇത്തരം ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. അവരെ തിരിച്ചറിഞ്ഞ് അത്തരം ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുക.
ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ ഓർമ്മിക്കുന്ന ഒരു ബന്ധുവിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് മുതലെടുക്കുന്ന ബന്ധുക്കളുടെ ഏറ്റവും വലിയ ലക്ഷണം. സാമ്പത്തികമായോ മറ്റ് സഹായങ്ങളോ നൽകുന്നതിൽ ഒരു പരിധി വയ്ക്കുക. അഞ്ചാമതായി, പ്രതികാരം ചെയ്യുന്ന ബന്ധുക്കൾ. വർഷങ്ങൾ പഴക്കമുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും മനസ്സിൽ സൂക്ഷിച്ച് അതിന് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന ചിലരുണ്ട്. അവർക്ക് ക്ഷമിക്കാനോ മറക്കാനോ കഴിയുകയില്ല. ഒരു സംഭവം നടന്നാൽ അവർ അതിനെ മനസ്സിൽ ഒരു മുറിപ്പാടായി സൂക്ഷിക്കും. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അവരുടെ മനസ്സിലെ പഴയ മുറിവുകൾ വീണ്ടും ഉണരും. അപ്പോൾ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ അവർ പല വഴികളും തേടും. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ആളുകളുമായി എത്ര അടുപ്പം കാണിച്ചാലും അവരുടെ മനസ്സിലെ വെറുപ്പ് മാറുകയില്ല. അതിനാൽ ഇങ്ങനെയുള്ള ബന്ധുക്കളുമായി അടുപ്പം കാണിക്കുന്നത് ഒഴിവാക്കുക. അവരുമായി ഒരു സുരക്ഷിതമായ അകലം പാലിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിന് നല്ലത്. ആറാമതായി, കുടുംബകാര്യങ്ങൾ പുറത്തു പറയുന്നവർ. ഒരു കുടുംബത്തിന്റെ സ്വകാര്യത വളരെ പ്രധാനമാണ്. എന്നാൽ ചില ബന്ധുക്കൾക്ക് കുടുംബത്തിന്റെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ഒരു ശീലമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, വ്യക്തിപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ കലഹങ്ങൾ എന്നിവയെല്ലാം അവർ പുറത്തുള്ളവരുമായി പങ്കുവയ്ക്കും. ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനത്തെയും വിശ്വാസ്യതയെയും ബാധിക്കും. അവർക്ക് സംസാരത്തിനൊരു വിഷയം കിട്ടാൻ വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത്. അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും അവർ കഥയാക്കി പുറത്തു പറയും. അതിനാൽ ഇത്തരം ആളുകളോട് കുടുംബപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് കുടുംബപരമായ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും സംസാരത്തിന്റെ വഴി മാറ്റാനും ശ്രദ്ധിക്കുക. ഏഴാമതായി, നെഗറ്റീവ് ചിന്താഗതിക്കാർ. ഒരു കാര്യത്തിലും നല്ലത് കാണാൻ കഴിയാത്ത ചിലരുണ്ട്. എപ്പോഴും ദുരന്തങ്ങളെക്കുറിച്ചും മോശം കാര്യങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും അവരുടെ ചിന്ത. നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങിയാൽ അതൊന്നും വിജയിക്കുകയില്ല, എനിക്കറിയാവുന്ന ഒരാൾ അത് ചെയ്ത് തകർന്നുപോയി എന്ന് പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. അവരുടെ വാക്കുകൾ നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കും. അവരുടെ നിഷേധാത്മകമായ വാക്കുകൾ നിങ്ങളുടെ പോസിറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കും. അങ്ങനെയുള്ള ആളുകളുമായി സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ദോഷകരമാണ്. എട്ടാമതായി, സുഖദുഃഖങ്ങളിൽ കൂടെയില്ലാത്തവർ. നമ്മുടെ നല്ല സമയങ്ങളിൽ മാത്രം കൂടെയുണ്ടാവുകയും കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മളെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്ന ചില ബന്ധുക്കളുണ്ട്. നിങ്ങളുടെ വിജയം ആഘോഷിക്കാൻ അവർ ആദ്യമെത്തും. എന്നാൽ നിങ്ങൾക്കൊരു സഹായം വേണ്ടി വരുമ്പോൾ അവരെ കാണാൻ പോലും ഉണ്ടാവുകയില്ല. അവർ നിങ്ങളുടെ നേട്ടങ്ങളിൽ നിന്ന് ലാഭം നേടാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ അകലം പാലിക്കും. ഇത്തരം ബന്ധങ്ങൾ യഥാർത്ഥമല്ല. അവരെ വിശ്വസിക്കാൻ കഴിയുകയില്ല. യഥാർത്ഥ ബന്ധങ്ങൾ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ കൂടെ നിൽക്കുന്നവരാണ്. ഒൻപതാമതായി, പരാതിക്കാർ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പരാതിപ്പെടുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. പഴയ പ്രശ്നങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ച് അവർ നിങ്ങളിൽ കുറ്റബോധമുണ്ടാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്താലും അതിനെക്കുറിച്ച് അവർക്ക് പരാതികളായിരിക്കും. അതങ്ങനെയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായിരുന്നു എന്ന് അവർ എപ്പോഴും പറയും. ഇങ്ങനെയുള്ള ആളുകളുമായുള്ള സംസാരം നിങ്ങളെ മാനസികമായി തളർത്തും. നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കാൻ അവർക്ക് കഴിയും. അത്തരം സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും അവരുടെ പരാതികളിൽ നിന്ന് അകലം പാലിക്കാനും ശ്രദ്ധിക്കുക. പത്താമതായി, സഹായിക്കാൻ വിസമ്മതിക്കുന്നവർ. നിങ്ങൾക്കൊരു സഹായം ആവശ്യമുള്ളപ്പോൾ കഴിവുണ്ടായിട്ടും നിങ്ങളെ സഹായിക്കാൻ വിസമ്മതിക്കുന്ന ചിലരുണ്ട്. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാവുകയില്ല. അവർ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചിന്തിക്കില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളിൽ മാത്രമായിരിക്കും ശ്രദ്ധ. ഇത്തരം ബന്ധുക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല. കാരണം അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തവർ നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാവുകയില്ല. 11ാമതായി, അസൂയയുള്ള ബന്ധുക്കൾ. നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതിനു പകരം അസൂയപ്പെടുന്നവർ. നിങ്ങളുടെ നേട്ടങ്ങൾ അവരെ അസ്വസ്ഥരാക്കും. അതിനാൽ അവർ നിങ്ങളെ പിന്നോട്ട് വലിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പരിഹസിക്കാനും ശ്രമിക്കും. നിങ്ങളുടെ പുതിയ വീട്, പുതിയ കാർ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയെല്ലാം അവരെ അസൂയാലുക്കളാക്കും. അവരുടെ അസൂയ നിങ്ങൾക്ക് കൂടുതൽ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായുള്ള ബന്ധം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്.
12-ാമതായി വാക്കുപാലിക്കാത്തവർ. വാഗ്ദാനങ്ങൾ നൽകി അത് പാലിക്കാത്തവരുണ്ട്. ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് അവർ നിങ്ങളെ പ്രതീക്ഷയുടെ കൊടുമുടിയിലെത്തിക്കും. എന്നാൽ പിന്നീട് ഒരു കാരണവും പറയാതെ അവർ അതിൽ നിന്ന് പിന്മാറും. ഇത് നിങ്ങളുടെ പദ്ധതികളെയും മാനസികാവസ്ഥയെയും ദോഷകരമായി ബാധിക്കും. ഇവരെ വിശ്വസിക്കുന്നത് അപകടകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ അവർക്കൊരു പ്രാധാന്യവുമില്ല. അതുകൊണ്ട് അവരെ വിശ്വസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 13-ാമതായി നിങ്ങളെ മാനസികമായി തളർത്തുന്നവർ. നിങ്ങളെ എപ്പോഴും ചെറുതാക്കി സംസാരിക്കുന്ന ചിലരുണ്ട്. അവർ നിങ്ങളുടെ കഴിവുകളെയും വ്യക്തിത്വത്തെയും പരിഹസിക്കും. നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വാക്കുകൾ അവർ എപ്പോഴും ഉപയോഗിക്കും. ഇവരുമായുള്ള സംസാരം നിങ്ങളുടെ ആത്മാഭിമാനം തകർക്കും. അതിനാൽ ഇവരുമായുള്ള സംസാരം പൂർണ്ണമായും ഒഴിവാക്കുക. അവരെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കാണിക്കുക. 14-ാമതായി നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തവർ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും കളിയാക്കുന്നവരുണ്ട്. അവർ നിങ്ങളുടെ പാഷനെ മനസ്സിലാക്കുകയില്ല. ഇതുകൊണ്ട് എന്ത് നേടാനാണ് എന്ന് ചോദിച്ച് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ഊർജമില്ലാതാക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവരുമായി സംസാരിക്കുന്നത് ഒഴിവാക്കുക. 15-ാമതായി എപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ചില ബന്ധുക്കളുണ്ട്. അവർ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നില്ല. നിങ്ങളെ തീരുമാനമെടുക്കാൻ അവർ അനുവദിക്കുകയില്ല. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ദോഷകരമാണ്. അത്തരം ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. 16-ാമതായി നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാത്തവർ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ അത് കാണുമ്പോൾ അസൂയ തോന്നുന്നവരുണ്ട്. അവർക്ക് നിങ്ങളുടെ സന്തോഷം ദഹിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാൻ ശ്രമിക്കും. അവരെ നിങ്ങളുടെ സന്തോഷം അറിയിക്കാതിരിക്കുക. 17-ാമതായി നിങ്ങളോട് ബഹുമാനമില്ലാത്തവർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്തവരുണ്ട്. അവർ നിങ്ങളെ ഒരു വ്യക്തിയായി അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ തീരുമാനങ്ങളെ അവർ എപ്പോഴും നിരാകരിക്കും. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ മാത്രമേ പ്രാധാന്യമുള്ളൂ. അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. 18-ാമതായി നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ. നിങ്ങളുടെ മറ്റു ബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ച് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് അവരുമായി അകലം പാലിക്കുക. 19-ാമതായി നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവർ. നിങ്ങളുടെ ദൗർബല്യങ്ങളെ മുതലെടുത്ത് നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ട്. അവർ നിങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അത്തരം ആളുകളുമായി യാതൊരു ബന്ധവും പുലർത്തരുത്. 20-ാമതായി നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കുന്നവർ. ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുന്നവരുമായുള്ള ബന്ധം എത്രയും വേഗം ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ സുരക്ഷിതത്വത്തെയും മാനസികാരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കും. 21-ാമതായി നിങ്ങളെ സ്നേഹിക്കുന്നതായി നടിക്കുന്നവർ. പുറമെ സ്നേഹം കാണിക്കുകയും ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ നിങ്ങൾ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. വാക്കുകളല്ല, പ്രവൃത്തികളാണ് യഥാർത്ഥ സ്നേഹത്തെ കാണിക്കുന്നത്. ഈ എപ്പിസോഡിൽ നാം കണ്ടതുപോലെയുള്ള വിഷലിപ്തമായ ബന്ധുക്കൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അവരുമായുള്ള അടുപ്പം കുറയ്ക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. എല്ലാ ബന്ധങ്ങളും നിലനിർത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കും. നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും പ്രാധാന്യം നൽകുക. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു വിഷലിപ്തമായി ബന്ധത്തിൽ തുടരുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്കായിരിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളെ വളർത്താനും അത് നിലനിർത്താനും ശ്രമിക്കുക. നിങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. വില്ലേജ് ലൈറ്റിന് ഈ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.